രാധേ രാധേ. വ്രജദാസ് അസാമാന്യനായ അതികഠിനനായ ഒരു രാധാഭക്തനായിരുന്നു. അദ്ദേഹം സ്വന്തം മകളോടൊപ്പം ഒരു ഗ്രാമത്തിൽ ഒരു കൊച്ചു കുടിലാണ് അങ്ങനെ കഴിഞ്ഞു വന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ നേരത്തെ തന്നെ മരിച്ചു പോയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഗ്രാമത്തിലുള്ള ഒരു സന്യാസി ഇദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിട്ട് സഹായം ചോദിക്കും. അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ ഗോകുലത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന് കുറച്ച് സാധന സാമഗ്രികളുണ്ട്, അത് കൊണ്ടുപോകാനായി സഹായിക്കാമോ എന്ന് വ്രജദാസിനോട് സഹായം ചോദിക്കും. ഇദ്ദേഹം അതേ എന്ന് മറുപടി പറയും. കാരണം എല്ലാവരെയും സഹായിക്കുന്നത് ഇദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമാണ്. മാത്രമല്ല രാധാറാണി ഇദ്ദേഹത്തെ സേവിക്കാൻ തനിക്ക് അവസരം തന്നിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം അതിരാവിലെ തന്നെ വ്രജദാസ് സന്യാസിയുടെ വീട്ടിലേക്ക് എത്തുന്നു. എന്നിട്ട് സാധനങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിവെക്കാൻ സഹായിക്കുന്നു. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഗോകുലത്തിലേക്ക് തിരിക്കുന്നു. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ചുമന്നുകൊണ്ട് വ്രജദാസും ഇദ്ദേഹത്തിനൊപ്പം പോകാനായി കൂടി. അങ്ങനെ അവർ ഏകദേശം ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമായി ഗോകുലത്തിലേക്ക് എത്തിയപ്പോൾ അപ്പൊ രണ്ടുപേരും വല്ലാതെ തളർന്നു പോയിരുന്നു. അപ്പൊ സന്യാസി സന്തോഷം വന്നിട്ട് തന്നെ ഇത്ര സഹായിച്ചതല്ലേ, വ്രജദാസ് കുറച്ച് വെള്ളം കൊടുക്കും, അങ്ങേ വെള്ളമെങ്കിലും കുടിക്കൂ എന്ന് പറയും. അപ്പൊ വ്രജദാസ് ഇത് കേട്ടിട്ട് മറുപടി പറയും, ഇത് എൻ്റെ മകളുടെ ഭർത്താവിന്റെ സ്ഥലമാണ്, ഇവിടെ നിന്ന് എനിക്ക് യാതൊന്നും വേണ്ട, വെള്ളമൊന്നും എനിക്ക് വേണ്ട, ഇവിടുന്ന് വെള്ളം കുടിക്കാനോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരിഞ്ഞു നടക്കാൻ തുടങ്ങും. അദ്ദേഹം തന്റെ ഗ്രാമത്തിലേക്ക് ആ കൊടും ചൂടത്ത് വളരെ കഷ്ടപ്പെട്ട് നടക്കാൻ തുടങ്ങും. വിശപ്പും ദാഹവും ഒക്കെ കാരണം അദ്ദേഹം വല്ലാതെ ക്ഷീണിച്ചു. അപ്പോൾ രാധാറാണിയെ അദ്ദേഹം സ്വന്തം മകളായിട്ടല്ലേ കാണുന്നത്. അപ്പോൾ രാധാറാണി സ്വന്തം അച്ഛനെ നോക്കാതിരിക്കുമോ? അദ്ദേഹം കഷ്ടപ്പെട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ബോധം മറയുന്നത് പോലെ തോന്നി. അപ്പോൾ അദ്ദേഹം നിലത്തേക്ക് വീഴാൻ തുടങ്ങി. അപ്പോൾ രാധാറാണി ഓടി വന്ന് അദ്ദേഹത്തിനെ തന്റെ മടിയിലേക്ക് എടുത്തു വെക്കുന്നു. അദ്ദേഹത്തിന്റെ തലയെടുത്ത് സ്വന്തം മടിയിലേക്ക് വെക്കുന്നു. അതും അദ്ദേഹത്തിന്റെ വ്രജദാസിന്റെ മകളുടെ രൂപത്തിലാണ് രാധാറാണി വരുന്നത്. എന്നിട്ട് ഇദ്ദേഹത്തിന് വെള്ളവും ഭക്ഷണവും ഒക്കെ വായിൽ വെച്ച് കൊടുക്കുന്നു, വാരി കൊടുക്കുന്നു. അപ്പൊ ഇദ്ദേഹം കണ്ണ് തുറന്നിട്ട് പറയുന്നു, നീ എങ്ങനെ ഇവിടെ എത്തി? അത് മാത്രമല്ല, നിന്നെ കാണാൻ വല്ലാത്തൊരു ഐശ്വര്യമാണല്ലോ ഇന്ന് എന്ന് പറയുന്നു. അപ്പോൾ മകൾ മറുപടി പറയുന്നു, അച്ഛൻ രാവിലെ പോയതല്ലേ, എന്തായി എന്ന് നോക്കാൻ വേണ്ടി ഞാൻ അന്വേഷിച്ച് വന്നതാ എന്ന് പറയും. അച്ഛൻ ഇനി പതുക്കെ വന്നാൽ മതി, ഞാൻ വീട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞിട്ട് മകൾ പോകുന്നു. അങ്ങനെ ഇദ്ദേഹം വ്രജദാസ് കുറച്ച് ക്ഷീണം മാറിയിട്ട് വീട്ടിലേക്ക് നടന്നു തുടങ്ങുന്നു. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ മകളെ കണ്ടിട്ട് പറയും, നീ ഇന്ന് കൊണ്ടുവന്ന ഭക്ഷണത്തിന് വല്ലാത്ത രുചിയായിരുന്നു, അത് മാത്രമല്ല അപ്പം നിന്നെ കാണാൻ വല്ലാത്തൊരു സൗന്ദര്യവുമായിരുന്നു എന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് മകൾ അത്ഭുതപ്പെട്ട് ചോദിക്കുന്നു, അച്ഛനെ ഞാനിന്ന് കണ്ടിട്ടേ ഇല്ലല്ലോ, ഇപ്പോഴാണ് ഞാൻ അച്ഛനെ കാണുന്നത്, അച്ഛനെ കാണാനായി ഞാൻ എവിടെയും വന്നിട്ടില്ലല്ലോ എന്ന് പറയുന്നു. അത് മാത്രമല്ല, അച്ഛനെ പറയുന്ന ഭക്ഷണമൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടുമില്ല. ഇത് കേട്ടിട്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹത്തിന് മനസ്സിലായി താൻ സ്വന്തം മകളായ രാധാറാണിയെ കണ്ടു. അപ്പൊ രാധാറാണി തന്നെ അച്ഛനായി തന്നെ കണ്ട് ആ വാത്സല്യത്തോടു കൂടി തനിക്ക് ഒരു വയ്യായിക വന്ന് താൻ ബോധം പോയ സമയത്ത് തന്നെ രക്ഷിക്കാനായി ഓടി വന്ന് തൻ മടിയിൽ കിടത്തി ഭക്ഷണവും വെള്ളവും തന്നു. അത്ര ഭക്ത വത്സലയാണ് രാധാറാണി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. രാധേ രാധേ.